അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഇപ്പോൾ അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളെയും ലക്ഷ്യം വെച്ചിരിക്കുന്നുവെന്ന പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അൽ ജസീറ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇറാനിലെ മരുന്നുകൾക്കും വാക്സിനുകൾക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് വിശദമായി പറയുന്നുണ്ട്. നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2026 ഫെബ്രുവരി 28-ന് ഈ ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ ഇറാനിൽ ഇതുവരെ 2076 പേർ കൊല്ലപ്പെടുകയും 26,500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഭീതിപ്പെടുത്തുന്ന വസ്തുത ഇവിടുത്തെ മെഡിക്കൽ ഗവേഷണ കേന്ദ്രങ്ങൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇറാനിലെ ടെഹ്റാനിലുള്ള പ്രശസ്തമായ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെയുള്ള ആക്രമണമാണ്. 1920-ൽ പാരീസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായുള്ള കരാർ പ്രകാരം സ്ഥാപിതമായ ഈ സ്ഥാപനം മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ പൊതുജനാരോഗ്യ കേന്ദ്രമാണ്. കോളറ, വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ പൊരുതാനും ഹെപ്പറ്റൈറ്റിസ് ബി, മീസിൽസ് തുടങ്ങിയവയ്ക്കുള്ള വാക്സിനുകൾ നിർമ്മിക്കാനും മുൻപന്തിയിലുള്ള ഈ ഗവേഷണ കേന്ദ്രത്തെ തകർത്തത് അങ്ങേയറ്റം ക്രൂരമായ നടപടിയായാണ് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി വിശേഷിപ്പിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് തന്നെ ഈ ആക്രമണത്തെ സ്ഥിരീകരിക്കുകയും പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 വിഭാഗങ്ങൾ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവയാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 1 മുതൽ ഇറാനിലെ ആരോഗ്യ മേഖലയ്ക്ക് നേരെ 20-ലധികം ആക്രമണങ്ങൾ നടന്നതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ ആരോഗ്യ പ്രവർത്തകരും റെഡ് ക്രസന്റ് അംഗങ്ങളും ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ആക്രമണങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ചില പ്രധാന ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാർച്ച് 31-ന് ടെഹ്റാനിലെ തൗഫീഖ് ദാരു എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് നേരെ വ്യോമാക്രമണം ഉണ്ടായി. ക്യാൻസർ രോഗികൾക്കും ഹൃദ്രോഗികൾക്കുമുള്ള അത്യാവശ്യ മരുന്നുകൾ നിർമ്മിക്കുന്ന കേന്ദ്രമായിരുന്നു അത്. അതുപോലെ ഖുസസ്താൻ പ്രവിശ്യയിലുള്ള അലി ഹോസ്പിറ്റൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ടിയും വന്നിരുന്നു. പുതുതായി നിർമ്മിച്ച ഡെലാറം സിന സൈക്യാട്രിക് ഹോസ്പിറ്റലിലും ഗാന്ധി ഹോസ്പിറ്റലിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും സംഭവിച്ചിരുന്നു. മാത്രമല്ല, ബുഷഹർ പ്രവിശ്യയിൽ ഒരു റെഡ് ക്രസന്റ് വെയർഹൌസിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ മരുന്നുകളും മറ്റ് അവശ്യവസ്തുക്കളും അടങ്ങിയ കണ്ടെയ്നറുകളും ആംബുലൻസുകളും തകർക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചത്. ഒരു ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയായ അദ്ദേഹം ആശുപത്രികളെയും മരുന്ന് ഗവേഷണ കേന്ദ്രങ്ങളെയും ആക്രമിക്കുന്നതിലൂടെ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നായിരുന്നു ചോദിച്ചത്. ലോകാരോഗ്യ സംഘടനയോടും ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിനോടും ലോകമെമ്പാടുമുള്ള ഡോക്ടർമാരോടും മനുഷ്യത്വത്തിനെതിരായ ഈ കുറ്റകൃത്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് യുദ്ധസമയത്ത് പോലും ആശുപത്രികളും മെഡിക്കൽ സ്റ്റാഫുകളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന വസ്തുത ഇവിടെ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ് എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. ലെബനനിലും ഗസയിലും ഇസ്രായേൽ സമാനമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ലെബനനിൽ മാത്രം 53 മെഡിക്കൽ പ്രവർത്തകർ കൊല്ലപ്പെടുകയും 87 ആംബുലൻസുകൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു. ഗസയിലെ അൽഷിഫ, കമൽ അദ്വൻ ആശുപത്രികൾക്ക് നേരെ നടന്ന റെയ്ഡുകളും കുപ്രസിദ്ധമാണ്. ചുരുക്കത്തിൽ, മിസൈലുകൾ കൊണ്ട് കെട്ടിടങ്ങൾ തകർക്കുന്നതിനേക്കാൾ വലിയൊരു വിപത്താണ് ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഇത് ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം മാത്രമല്ല, ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു യുദ്ധം കൂടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.